റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അടുത്തിടെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ഫെബ്രുവരി മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെയും ഏത് തരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ എന്തൊക്കെ അപ്ഡേറ്റ് സംഭവിച്ചു എന്നുള്ളത് വീക്ക്ലി അപ്ഡേറ്റ് ആയി നൽകും. എന്നാൽ ഇത്തവണ നൽകിയിട്ടുള്ള അപ്ഡേറ്റ് മുൻപ് നൽകിയിട്ടുള്ള അപ്ഡേറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. വല്ലാത്തൊരു ഭയവും നൽകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യ ഓരോ ഫ്രണ്ടിനും പ്രത്യേകം അപ്ഡേറ്റ് നൽകും. മൊത്തം 8 ഫ്രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. ഉക്രൈൻ ബാറ്റിൽ സംഭവിക്കുന്നതിനെ വെസ്റ്റേൺ ഫ്രണ്ട്, സതേൺ വെസ്റ്റേൺ ഫ്രണ്ട്, നിപ്രോ ഫ്രണ്ട്, ഡോൺബോസ് ഫ്രണ്ട്, ഇവിടെ കാർഖി ഫ്രണ്ട്, ഇങ്ങനെ മൊത്തം 8 പ്രദേശങ്ങളായി വിഭജിച്ച് 8നും പ്രത്യേകം അപ്ഡേറ്റ് നൽകും. ഇതുവരെയും ഇതിൽ വന്നിട്ടുള്ള കാഷ്വാലിറ്റീസ് കൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരാഴ്ചയിൽ 3000 പേർ വരെയും കൗണ്ട് ഉണ്ടായിരുന്നു. എയർക്രാഫ്റ്റ്സിൻ്റെ ലോസസ്, എത്ര ഡ്രോൺസിനെ വെടിവെച്ച് വീഴ്ത്തി, ഈ എണ്ണമെല്ലാം വളരെ കുറവായിരിക്കും. എന്നാൽ ഈ സെപ്റ്റംബർ മാസം 6, 7 ഈ തീയതികളിൽ ആരംഭിച്ച് 12-ാം തീയതിയോടുകൂടി അവസാനിച്ച ഈ ഒരു യുദ്ധത്തിൻ്റെ ഈ സമയത്തിൽ മാത്രം 8000-ലധികം സൈനികരെ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഉക്രൈൻ നഷ്ടപ്പെടുത്തി. മാത്രവുമല്ല, 2 യുദ്ധവിമാനങ്ങൾ, 110-ലധികം ക്രൂയിസ് മിസൈൽസ്, 18 മിസൈൽ പ്ലാറ്റ്ഫോംസ്, 3 എയർബേസ്, 5 എമ്യുനേഷൻ ഡെപ്പോട്ട്സ്, ഇവയെല്ലാം ഇത്രയേറെ കാഷ്വാലിറ്റീസ് കൗണ്ട് ഉക്രൈൻ സംഭവിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ റിപ്പോർട്ട് നമുക്ക് അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല. ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ നമ്മൾ അറിയാൻ പോവുകയാണ്. ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോംസിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടോ, ബാറ്റിൽ ഫീൽഡിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ പക്കൽ ഒരുപാട് സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. ഇതിൽ പ്രധാനമായും ഉക്രൈൻ ഫ്രണ്ടിൽ ഇടയ്ക്കിടെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് സെപ്പാഡ്, യുക്, നിപ്രോ, വാർഷോ, കൂടാതെ സ്പെറ്റ്നസ്. ഇതിൽ സെപ്പാഡ് എന്നത് റഷ്യയുടെ വളരെ എലൈറ്റ് ആയ ഒരു യൂണിറ്റ് ആണ്. നേരിട്ട് റഷ്യൻ പ്രസിഡന്റിന് കൺട്രോളിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചില പ്രധാനപ്പെട്ട ഗ്രൂപ്പ്സ്, മൊത്തത്തിൽ ഒരു 14-15 ഗ്രൂപ്പ്സ് ഉണ്ടാകും. പ്രസിഡന്റിന്റെ നേരിട്ടുള്ള കൺട്രോളിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ്സ്, ഇതിൽ ഈ സെപ്പാഡ് ഗ്രൂപ്പ്സും ഉണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് ചോദിച്ചാൽ, സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒരു സർപ്രൈസ് ഒഫൻസീവ് ശത്രുക്കളുടെ പ്രദേശത്ത് ലോഞ്ച് ചെയ്യുക. ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടെന്ന് ചിന്തിക്കുക. അവിടെ ഒരുപാട് ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അവിടെ അളവിലധികം സൈക്കോളജിക്കൽ വാർഫെയർ സംഭവിക്കും. ഒരുപാട് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ നെയിം ബോർഡ്സ് തന്നെ ഫേക്കായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് അവിടെ ഒരു ഗ്രാമം പോലും ഉണ്ടാകില്ല, എന്നാൽ ഒരു ഗ്രാമം അവിടെ ഉള്ളതുപോലുള്ള സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം സൈക്കോളജിക്കൽ വാർഫെയർ ആയി ചെയ്യും. ഇവയെല്ലാം ബ്രേക്ക് ചെയ്ത് ശത്രുക്കളുടെ ഫ്രണ്ട് ലൈൻ തകർക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ജോലി. ഈ ഹെവി ട്രെഞ്ച് വാർഫെയർ ഒക്കെ സംഭവിക്കുമല്ലോ. ട്രെഞ്ചസ് ഒക്കെ നിർമ്മിച്ച് അതിലൂടെ നുഴഞ്ഞു കയറി യുദ്ധം ചെയ്യുക. ഈ സമയത്ത് ഇവർക്ക് സപ്പോർട്ടായി 43rd ഡ്രോൺ യൂണിറ്റിനെ റഷ്യ നിയമിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺ യൂണിറ്റിന്റെ ജോലി, അകത്ത് കയറുന്ന ഇവർക്ക് ഡ്രോൺ സപ്പോർട്ട് നൽകണം. അതായത് ലിറ്ററലി ഒരു സൈനികനകത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കവറേജ് നൽകുന്നത് പോലെ 3-4 സൂയിസൈഡ് ഡ്രോണുകൾ പൂർണ്ണമായും ഓപ്പറേറ്റ് ആകണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഡിഫൻസീവ് ലൈൻസിന് തകർക്കാൻ കഴിയൂ. ഇങ്ങനെ റഷ്യയുടെ വളരെ എലൈറ്റ് യൂണിറ്റ് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്നത് ഈ യുക് എന്ന ഗ്രൂപ്പ്. ഇവരും വളരെ പ്രധാനപ്പെട്ടവരാണ്. കാരണം ഈ ചേച്ചന്യ വാർ മുതൽ ഇന്ന് വരെയും റഷ്യയുടെ ബോർഡർ പാട്രോളിങ്ങിലായിക്കോട്ടെ, റഷ്യയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് നൽകിയിട്ടുള്ള ജോലി വളരെ അധികമാണ്. ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഹെവിയസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സായി മാറുക. ആർട്ടിലറി സ്ട്രൈക്ക് ചെയ്യുക, മിസൈൽ സ്ട്രൈക്ക് ചെയ്യുന്നതുവരെയും എയർ ഡിഫൻസ് സിസ്റ്റം യൂണിറ്റ് ചെയ്യുന്ന ഈ നിപ്രോ ഫോഴ്സസോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇവരുടെ ജോലി. ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഡാറ്റ അനുസരിച്ച് നോക്കിയാൽ, റഷ്യയുടെ ഡിഫൻസ് ഓഫ് മിനിസ്ട്രി നൽകിയിട്ടുള്ള ഡേറ്റ് നോക്കിയാൽ, ഈ 8 ഫ്രണ്ടായി വിഭജിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ ഡോൺബോസ് ഫ്രണ്ടിൽ ഈ സെപ്പാഡ് ഫോഴ്സസും അതുപോലെ യുക് ഫോഴ്സസും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ആണ്. ഇവർ ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം പ്രധാനമായും ഡോൺബോസിന് വേണ്ടി മാത്രം നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു എലൈറ്റ് ആയ യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ ഇവരുടെ കണക്കിൽ എന്തൊക്കെ സംഭവിച്ചു നോക്കിയാൽ, ഈ 6-7 ദിവസത്തിൽ മാത്രം 1850-ലധികം സൈനികരെ ഈ ഡോൺബോസ് ഫ്രണ്ടിൽ മാത്രം ഇവർ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കേഴ്സൺ ഫ്രണ്ടിൽ, ക്രീമിയയുടെ തീരപ്രദേശത്തോട് ചേർന്ന് ഈ നിപ്രോ പ്രദേശം ക്രോസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത്, ആ ഒരു ഫ്രണ്ടിൽ മാത്രം 1200-ലധികം സൈനികരെ, ഉക്രൈൻ സൈനികരെ കൊന്നിട്ടുണ്ട്. സാബ്രോസീഷ്യ ഫ്രണ്ട്, കൂടുതൽ നഷ്ടം അവിടെയാണ് സംഭവിച്ചത്. 1950-ലധികം സൈനികരെ ഈ ഒരു പ്രദേശത്ത് മാത്രം ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഈ സാബ്രോസീഷ്യ ഫ്രണ്ടിൽ മാത്രം എന്തുകൊണ്ട് ഇത്രത്തോളം പ്രശ്നം നടക്കുന്നു? ഈ നിപ്രോവോസ്കിനും സാബ്രോസീഷ്യയ്ക്കും ഇപ്പോൾ ഒരു വലിയ ബന്ധം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നിപ്രോവോസ്കിൽ 3 പ്രധാനപ്പെട്ട ഗ്രാമങ്ങളെ റഷ്യ അകത്തേക്ക് കടന്ന് പിടിച്ചെടുത്തു. ഈ 3 ഗ്രാമങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ, സോസ്നിവിക, നോവോസിൽവിക, സിസ്നിവെ. ഇത് 3ഉം സാബ്രോസീഷ്യ അതിർത്തിയിൽ നിന്നും ചില കിലോമീറ്ററുകൾ അകത്തുള്ള പ്രദേശമാണ്. ഈ 3 ഗ്രാമങ്ങളെയും
5ാം പ്രവശ്യയായിട്ടുള്ള നിപ്രോവോസ്കിനുള്ളിലേക്ക് കടന്ന് റഷ്യ പിടിച്ചെടുത്തു. ഇങ്ങനെ പിടിച്ചെടുത്ത ഈ ഒരു സമയം ഒരു ഹെവിയസ്റ്റ് ക്ലാഷ് ആയിരുന്നു റഷ്യയ്ക്കും ഉക്രൈൻ സൈനികർക്കും ഇടയിൽ സംഭവിച്ചത്. ഇതിൽ റഷ്യ ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജി, ഉക്രൈൻ ഫ്രണ്ട് ലൈന് റിസോഴ്സ് ഒന്നും കൂടുതലായി ഇല്ല. അപ്പോൾ റഷ്യ ഇതവർക്ക് അനുകൂലമാക്കി മാറ്റാൻ തുടങ്ങി. നിങ്ങൾ ഒരു സ്ഥലത്ത് റെയ്ഡ് ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അകത്തേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനു മുൻപ് റഷ്യയുടെ എയർഫോഴ്സിന്റെ സഹായം അവർക്ക് ലഭിക്കുന്നു. അവിടെ നിന്ന് FPV ഗ്ലൈഡ് ബോംബ്സും ഒരുപാട് ക്ലസ്റ്റർ വാർഹെഡ്സും യൂസ് ചെയ്തു. ചിന്തിച്ചു നോക്കുക, ക്ലസ്റ്റർ വാർഹെഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, ചില ബാൻ ചെയ്ത കെമിക്കൽസ് ഉണ്ട്, അതും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ റഷ്യ അതിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വാർത്തകളിൽ എത്രത്തോളം വരുന്നു എന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ നീ എന്തിനാണ് ഇതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എന്നൊന്നും ആരും തെറ്റായി ചിന്തിക്കരുത്. ഇതെല്ലാം റഷ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തെറ്റ് തന്നെയാണ്. ഈ ബാൻ ചെയ്ത കെമിക്കൽസ് ഒക്കെ റഷ്യ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ക്ലസ്റ്റർ ബോംബ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് അകത്തേക്ക് കയറുന്ന റഷ്യൻ സൈനികർക്ക് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റഷ്യൻ പൊസിഷൻസിൽ നിന്നും ചില കിലോമീറ്ററുകൾ, ഒരു 10-15 കിലോമീറ്റർ മാറി ഉക്രൈൻ പൊസിഷൻസിനെല്ലാം ഇത് തകർക്കുന്നുണ്ട്. ഇങ്ങനെ തകർക്കുമ്പോൾ സംഭവിക്കുന്നത്, ഫ്രണ്ട് ലൈനിൽ അവർക്ക് ആവശ്യമായ ലോജിസ്റ്റിക്സ് സപ്ലൈ പൂർണ്ണമായും കട്ടാകുന്നു. അതിനുശേഷം റീസപ്ലൈസ് അവർക്ക് വന്ന് തിരിച്ചു ഒരു ഫോർമേഷൻ നടത്തി റഷ്യയെ ഡിഫെൻഡ് ചെയ്യുന്നതിനുള്ളിൽ അകത്തേക്ക് വരുന്ന റഷ്യൻ സൈനികർ അവിടെ മുഴുവനും നശിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു 100 ഉക്രൈൻ സൈനികരാണ് അവിടെ ഉള്ളതെങ്കിൽ അവരെ എതിർത്ത് ഒരു 400-500 റഷ്യൻ സൈനികരാണ് വരുന്നത്. ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമ്പർ വാല്യൂ വളരെ കൂടുതലാണ്. ഉക്രൈനെ കൊണ്ടൊന്നും കൈകാര്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഈസിയായി ഉക്രൈൻ ഒരു പരാജയത്തിലേക്ക് പോകുന്നു. ഈ ഒരാഴ്ചത്തെ സമയം, ഒരാഴ്ചയിൽ മാത്രം മുഴുവൻ ഫ്രണ്ട് ലൈനിൽ ഈ 8 സോൺസിനെയും ചേർത്ത് നോക്കിയാൽ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നത് 1300+ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. ഡോൺബോസ്, സാബ്രോസിഷ്യ, നിപ്രോവോസ്ക്, ഈ സോണിൽ മാത്രം ഈ 60%-ലധികം സ്ഥലം റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉക്രൈൻ്റെ ഫ്രണ്ട് ലൈൻ ഡിഫൻസിനെ വീക്ക് ചെയ്തിട്ട് റഷ്യ വളരെ വേഗത്തിൽ മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഈ അമുനേഷൻ ഡിപ്പോട്ട്സിനെ ആക്രമിച്ചല്ലോ. ഇവിടെ ആക്രമിച്ച വാർത്ത ഉക്രൈൻ മാധ്യമങ്ങൾ സംസാരിച്ചില്ല, മറ്റു മാധ്യമങ്ങളും സംസാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ റഷ്യ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് പ്യുവർ ആൻഡ് പ്യുവർ പ്രൊപ്പഗണ്ട ആയിരിക്കുമല്ലോ. റഷ്യ ഇവിടെ കള്ളം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇതൊരു പ്രൊപ്പഗണ്ട പോലെ തോന്നുന്നില്ല. കാരണം ISW, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റഡി ഓഫ് വാർ, ഇവർ ചെയ്യുന്നത് ഡേ ടു ഡേ അനലൈസ് ചെയ്യും. റഷ്യയുടെ സ്ട്രൈക്സ് എത്രത്തോളം സംഭവിച്ചു, ഉക്രൈൻ്റെ സ്ട്രൈക്സിൽ റഷ്യയ്ക്ക് എത്രത്തോളം നഷ്ടം സംഭവിച്ചു, നാശം സംഭവിച്ചു. അടുത്തിടെ ഡോൺബോസ് പ്രദേശത്ത് പോലും റഷ്യയുടെ 2 പ്രധാനപ്പെട്ട അമുനേഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിൽ അവിടെ ചില ജനറൽസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തിരുന്നു. അങ്ങനെ സെൻസിറ്റീവായ കാര്യങ്ങളെല്ലാം പ്രൂഫോടുകൂടി കവർ ചെയ്യും. അവർ പറഞ്ഞത് സെപ്റ്റംബർ മാസം 11-ാം തീയതി 12-ാം തീയതി ഉക്രൈൻ്റെ നോവ മൈക്ലോവിക്ല, മറ്റൊരു പ്രദേശമായ യാവ്രോമിസ്കി, ഈ 2 പ്രദേശങ്ങളിലും ഒരു ഹെവി ബ്ലാസ്റ്റ് സംഭവിച്ചു. റഷ്യയുടെ മിസൈൽ സ്ട്രൈക്ക് ആദ്യം സംഭവിച്ചു. മിസൈൽ സ്ട്രൈക്ക് നടന്നതിന് ശേഷം മണിക്കൂറുകളോളം കത്തിയെരിയുന്ന രീതി അവിടെ ഒരു സെക്കൻഡറി എക്സ്പ്ലോഷൻ സംഭവിച്ചു. അപ്പോൾ ഉക്രൈൻ അവിടെ ഫ്യൂവൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സൈറ്റിനെ റഷ്യ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂവൽ ഡെപ്പോട്ടിനെ സ്ട്രൈക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഉക്രൈന്റെ നിപ്രോ ഡിഫൻസിന് ആവശ്യമായ ചില ലാഗ് റഷ്യ അവിടെ വരും. ഇങ്ങനെ വാർത്ത പുറത്തുവിട്ടു. അവിടെ ഒരു സെക്കൻഡറി എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവിടെ പൊട്ടിത്തെറിക്കുന്ന എന്തോ ഒരു വസ്തു തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ റഷ്യ നടത്തിയ സ്ട്രൈക്കിൽ 2 അമുനേഷൻ ഡെപ്പോട്ട്സിനെ ആക്രമിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട്. ഈ 3ാമത്തെ സ്ഥലം ഏതാണെന്നുള്ളത് ഇപ്പോൾ വരെയും അതിന്റെ വാർത്തകൾ ലഭിച്ചിട്ടില്ല. 2 സ്ഥലങ്ങളിൽ ആക്രമിച്ചു. അത് അമുനേഷൻ ഗോഡൌൺസിൽ നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിന്റെ വാർത്തകളും തെളിവുകളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം റഷ്യ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം 8000 സൈനികരെയോളം ഉക്രൈൻ നഷ്ടപ്പെടുത്തി. ഇത് ഉക്രൈൻ ഇറിപ്പയറബിൾ ലോസ് ആണ്. എത്ര ഡിഫൻസീവ് ലൈൻസിനെ വേണമെങ്കിലും തകർക്കും, എത്ര സ്ഥലങ്ങളെ വേണമെങ്കിലും അറ്റാക്ക് നടത്താം. എന്നാൽ ഈ ആളുകളുടെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ഓരോ തവണയും നഷ്ടപ്പെടുത്തുന്ന എണ്ണം എന്നത് വളരെ വലിയൊരു വാല്യൂ ആയി മാറുന്നുണ്ട്. കൂടാതെ Su-27 വിമാനത്തെ സാബ്രോസിഷ്യ ഫ്രണ്ടിൽ വെച്ച് റഷ്യൻ പൊസിഷൻസിനെതിരെ സ്റ്റോം ഷാഡോ മിസൈൽസ് അയക്കാൻ വന്ന ഈ ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയെന്നും പറഞ്ഞു. ഒരു MiG-29 വിമാനത്തെ കാർഖീവ് പ്രദേശത്ത് വെടിവെച്ച് വീഴ്ത്തിയതായി പറയുന്നു. ഒരാഴ്ചയിൽ 2 വിമാനങ്ങൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള പേഴ്സണൽ ലോസ് എന്നത് ഇതുവരെയും 8 ലക്ഷം പേരോളം ഉക്രൈന് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ ഉക്രൈൻ ഡാറ്റയും അറിയണം. ഇതുവരെയും എത്രത്തോളം നഷ്ടം ഉക്രൈൻ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉക്രൈൻ്റെ സൈഡിലുള്ള ന്യൂസുകളൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു 10 ലക്ഷം സൈനികരിലധികം റഷ്യൻ സൈനികരെ കൊന്നതായി അവർ പറയുന്നുണ്ട്. ടാങ്ക്സിന്റെ കണക്കൊക്കെ പറഞ്ഞാൽ തല കറങ്ങും. ഏകദേശം 30,000 ടാങ്ക്സ് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ റഷ്യയുടെ S-400 യൂണിറ്റിന് 6 യൂണിറ്റ്സിൽ കൂടുതൽ ന്യൂട്രലൈസ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഒരു S-500 നശിപ്പിച്ചു. എയർക്രാഫ്റ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 400 ഫൈറ്റർ എയർക്രാഫ്റ്റ്സിന് നശിപ്പിച്ചു. അതായത്
ഈ ഇൻ്റർസെപ്റ്റാർ, പാട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇവാക്സ്, ഇതിൻ്റെ കണക്കൊന്നുമല്ല. ഫൈറ്റർ എയർക്രാഫ്റ്റ്സിനെ മാത്രം 400-ലധികം ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ പിന്നെ രണ്ട് ഭാഗവും ഇത്രത്തോളമൊക്കെ നഷ്ടം സംഭവിച്ചല്ലോ എന്ന് ചോദിച്ചാൽ ഇതിൽ സത്യം എത്രത്തോളം ചെറുതാണോ അതിനേക്കാൾ പല മടങ്ങ് വലുതായിരിക്കും പ്രൊപ്പഗണ്ട. രണ്ട് സൈഡും അതുപോലെ തന്നെയാണ്. എന്നാൽ രണ്ട് സൈഡും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചത്തെ നഷ്ടം നോക്കിയാൽ ഉക്രൈൻ അത് വളരെ ഹെവിയായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെയും ഇങ്ങനെ ഒരു റിപ്പോർട്ട് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നൽകിയിട്ടില്ല. അവരുടെ സർപ്രൈസ് ഒഫൻസീവ് ടൈമിൽ പോലും ഇത്തരം വാർത്ത പുറത്തു വന്നിട്ടില്ല. ഇത്രയും ഷോർട്ടസ്റ്റ് ടൈം പീരീഡിൽ ഇത്രയേറെ വ്യക്തികളെ ഞങ്ങൾ കൊന്നു, ഇത്ര സ്ഥലങ്ങളെ ഞങ്ങൾ ആക്രമിച്ചു എന്ന വാർത്ത. അപ്പോൾ സൈക്കോളജിക്കൽ വാർഫെയർ അനുസരിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ഡാറ്റാസൊക്കെ അനുസരിച്ച് നോക്കിയാലും ശരി, ഉക്രൈന് ബാറ്റിൽ ഫീൽഡിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്നൊരു സമാധാനം വന്നില്ലെങ്കിൽ, ഇനി അതുമല്ല പോളണ്ടിനെയൊക്കെ വലിച്ചിട്ട് വീണ്ടും പ്രശ്നം വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ ഇതിലും വലിയൊരു ലോസ്, ഒരു ഹെവി ആയിട്ടുള്ള ലോസ് ഉക്രൈന് സംഭവിക്കും. ഇതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഒരു സീസ് ഫയർ അല്ലാതെ മറ്റു മാർഗമില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.